ഹലോ ഹായ് മുത്തുമണീസുകളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ആണ് നമുക്ക് ഇന്ന് ചെമ്മീൻ കിട്ടീന് കേട്ടോ. വലിയ ചെമ്മീൻ തന്നെയാണ്, ഒരു 4-5 ഉണ്ട് കേട്ടോ. ഒന്ന് തൊലിച്ചൊന്ന് നന്നാക്കി എടുക്കട്ടെ, നമുക്ക് ഇന്ന് ചെമ്മീൻ ഫ്രൈ വെക്കാം. അപ്പോൾ അത് നന്നാക്കി ഒന്ന് ഞാൻ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ഒഴിവാക്കി എടുക്കാം കേട്ടോ. വലിയ ചെമ്മീൻ തന്നെ ആയതുകൊണ്ട് വേഗം പണി കഴിയുന്നുണ്ട്. എന്നാലും ചെറിയ ചെമ്മീനാണ് ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. നമ്മൾ കുറച്ച് നേരം പണിയെടുത്താലും നല്ല ടേസ്റ്റ് ഉണ്ടായാലും ചെറിയ ചെമ്മീനാണ്. ഇത് വലുത് തന്നെ കൊണ്ടുവന്നു. അപ്പോൾ രാത്രി ആയതുകൊണ്ട് ഞമ്മക്കേ വേഗം പണി കഴിയും. അപ്പോൾ കുറഞ്ഞ വെള്ളത്തിലിട്ട് നമുക്കൊന്ന് റോസ്റ്റാക്കി ഇങ്ങോട്ട് എടുത്ത് വെക്കാം കേട്ടോ കറി. അത് നന്നായിട്ടൊന്ന് ഇങ്ങനെ പൊരിച്ച് റെഡിയാക്കി നമുക്ക് നന്നായിട്ടൊന്ന് കേകി എടുത്തേക്കാം. കേക്ക് കേട്ടോ. എന്താ കണ്ടില്ല ചെമ്മീൻ, വലിയ ചെമ്മീൻ തന്നെ നമുക്ക് ഓരോരുത്തർക്ക് ഓരോന്ന് എടുത്താൽ മതി. പിന്നെ ഞാൻ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് പുറത്തേക്ക് ഇങ്ങോട്ട് വെക്കട്ടെ കേട്ടോ. അത് നമുക്ക് കുഴിച്ചിടണം. ചെമ്മീൻ്റെ തൊലി ഒന്ന് കുഴിച്ചിട്ടില്ലെങ്കിൽ മണ്ണിലാക്കിയില്ലെങ്കിൽ ഭയങ്കര സ്മെല്ലാണല്ലോ. അപ്പോൾ ഇനി അത് പുറത്തേക്ക് വെച്ചതാണ്. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് കറിയൊക്കെ വെച്ചതിന് ശേഷം നമുക്ക് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നമുക്കൊന്ന് മണ്ണിൻ്റെ അടിയിലാക്കാം. പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ട ആവശ്യമായ സാധനങ്ങൾ കേട്ടോ. തക്കാളി, ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കരിവേപ്പില കേട്ടോ. അപ്പോൾ ചെറിയ ഉള്ളിയുടെയും വേണ്ടി, ഇനി അതാണ് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക. നമ്മുടെ കയ്യിൽ ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഉള്ളി മാത്രം എടുത്തിട്ട് വലിയ ഉള്ളി എടുത്ത് സബോള. പിന്നെ ഞാൻ വെറുതെ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് വെളുത്തുള്ളി ഇങ്ങനെ കുറച്ച് തൊലിച്ചെടുത്ത് റെഡിയാക്കി വെച്ചിന് കേട്ടോ. അപ്പോൾ നമുക്ക് എന്താണെന്നോ അതിങ്ങനെ ഫ്രീ ഉള്ള സമയത്ത് വെളുത്തുള്ളിയൊക്കെ തൊലിച്ച് വെച്ചാൽ നമുക്കൊന്ന് അത് മിക്സീൻ്റെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുത്ത് ഇതാക്കി വെച്ചാൽ നമുക്ക് ആവശ്യത്തിന് ഇങ്ങനെ എടുത്താൽ മതിയല്ലോ, എളുപ്പമാണ്. രാവിലെയൊക്കെ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്താണ് ഈ വെളുത്തുള്ളി തൊലിക്കാൻ നിന്നാൽ നമ്മൾ ടൈം അങ്ങോട്ട് പോകും. അപ്പോൾ അതൊക്കെ ഞാൻ ഒഴിവുള്ള സമയത്ത് ഇങ്ങനെ ആക്കി വെക്കണം. ഇപ്പോൾ ഒന്ന് ഞാൻ മിക്സിൻ്റെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കട്ടെ കേട്ടോ. ഇനി അതൊന്നൊരു പാത്രത്തിലേക്ക് അതാ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് കൂടി ഒന്നിച്ചേട്ടൻ ഞാൻ അരച്ചത് അത് പാത്രത്തിലാക്കി വെച്ച്. ഇനിയിപ്പോൾ അതിലേക്ക് വേണ്ട ആവശ്യത്തിനുള്ള പച്ചക്കറികളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി നന്നായിട്ടൊന്ന് ചൂടായിന് കേട്ടോ. അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടോ. അപ്പോൾ എണ്ണ ചൂടായതിന് ശേഷം ഞാൻ ഉലുവ, കടുക്, പെരുംജീരകം, വലിയ ജീരകം കേട്ടോ അതും ഒന്നിട്ടിട്ട് പിന്നെ ഒന്ന് പൊട്ടി വന്നതിൻ്റെ ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ നമുക്ക് അതിലേക്ക് എരിഞ്ഞ് വെച്ച ഉള്ളി ഒന്ന് ഇട്ടെടുക്കുക. കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടൊന്ന് മൂടി വെച്ച് പിന്നെ അതൊന്നായിട്ട് ഒന്നിങ്ങോട്ട് കളറ് മാറിയതിന് ശേഷം ഞാൻ തക്കാളി അതിലേക്ക് ഇട്ടിട്ടോ. തക്കാളിയും കറിവേപ്പില പച്ചമുളക് ഒന്നിച്ചിട്ട് നന്നായിട്ടൊന്ന് മൂടി വെച്ചിട്ടോ. നല്ലോണം തക്കാളിയൊക്കെ ഇതുപോലെ നല്ലോണം വെന്ത് ഒടിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി കേട്ടോ. ഇത് 3 സാധനമാണ് ഞാൻ അതിലേക്ക് ചേർത്തത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നമ്മൾ കേകി വെച്ച നമ്മുടെ ചെമ്മീൻ ഉണ്ടല്ലോ, നന്നായിട്ട് കേകി വെച്ചിന് ചെമ്മീൻ അതിലേക്ക് ഇടട്ടോ കേട്ടോ. എന്നിട്ട് അതും ഒന്നിട്ട് ഇളക്കുക. നന്നായിട്ടൊന്ന് അതിൻ്റെ മസാലയൊക്കെ അതിലേക്കൊന്ന് പിടിക്കട്ടെ. പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം, കുറഞ്ഞ വെള്ളത്തിലാണ് ഞാൻ വെക്കുന്നത് കേട്ടോ. അത് നല്ല ടേസ്റ്റാണ് കുറഞ്ഞ വെള്ളത്തിൽ. ഒരുപാട് വെള്ളത്തിൽ വെച്ചാൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. കുറഞ്ഞ വെള്ളത്തിലാകുമ്പോൾ ഇതേ പരുവത്തിൽ ഇങ്ങോട്ടാക്കി എടുത്തണം കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് മൂടി വെക്കുക. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എന്തായി എന്നുള്ളതൊന്ന് നോക്കണ്ടോ. ഇതാ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഉപ്പുണ്ടോ എന്ന് നോക്കിയാണ് പാകത്തിനുള്ള ഉപ്പും ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് പാത്രം കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒക്കെ ഒന്ന് കേകി എടുത്ത് വെക്കട്ടെ കേട്ടോ. നമ്മളൊരു പണി എടുക്കുമ്പോൾ ആ പണീൻ്റെ കൂട്ടത്തിൽ തന്നെ മറ്റേ പണികളോട് എടുത്താൽ തന്നെ വൃത്തിയാവും. പിന്നെ ഞാൻ കുറച്ച് ചായക്ക് വെള്ളം അടുപ്പത്ത് വെച്ചതാണ്. അപ്പോഴത്തേനും ചായ ചോദിച്ചിനി, അപ്പം ചായക്ക് വെള്ളം അടുപ്പത്ത് വെച്ച്. അപ്പം ഞാൻ വേഗം തന്നെ പാത്രമൊക്കെ ഒന്ന് കഴുകി വെക്കട്ടെ. കഴുകി ഒന്ന് വൃത്തിയാക്കി വിട്ടാൽ നമ്മുടെ കിച്ചൺ എപ്പോഴും ക്ലീനായിട്ട് നിന്നാൽ നമുക്ക് തന്നെ ഒരു വൃത്തിയാട്ടോ. ഇതാ നമ്മളെ കറി റെഡി ആയിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റി റെഡിയായി. അപ്പം കണ്ടില്ലേ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട്. വീഡിയോ ഒക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ പുതിയ വീഡിയോ ആയിട്ട് പിന്നേക്കും വരാം. അതുവരേക്കും ബായ്, അസ്സലാമു അലൈക്കും.